ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്യൂംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1000 സ്ക്വയർ ഫീറ്റ് വീട് പ്ലാസ്റ്റർ ചെയ്തെടുക്കാൻ വേണ്ടി എത്ര മെറ്റീരിയൽ വേണ്ടി വരും, എത്ര ലേബർ ചാർജ് വേണ്ടി വരും, മൊത്തം എത്ര ചെലവ് വേണ്ടി വരും എന്നതിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഒരു കാര്യം ആദ്യമേ പറയുകയാണ്, 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന്റെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഏരിയ പ്ലാസ്റ്ററിംഗ് ചെയ്തെടുക്കുന്നതിന്റെ ചെലവിനെ കുറിച്ചിട്ടല്ല നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഒരു വീടിന്റെ പ്ലാസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ അതിലെ സൺസൈഡ്, റൂഫിന്റെ സീലിംഗ്, അതുപോലെ തന്നെ ടോപ്പർ, പാരപ്പറ്റ്, അതുപോലെ തന്നെ ഇന്നർ വാൾ, ഔട്ടർ വാൾ, അങ്ങനെ എല്ലാതും പെട്ടിട്ടുള്ള ഒരു ഫിഗറാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ പേര് വിവേക്. വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ ഫ്ലോർ പ്ലാൻ ഒക്കെ എടുത്ത് അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കണ്ടുവരുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ ഈ കാണുന്ന ക്വാണ്ടിറ്റി ഉള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ശരിക്കും സൈറ്റിൽ പ്രാക്ടിക്കലായിട്ട് നടക്കുന്നത്. അപ്പോൾ സൈറ്റിൽ പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന വശങ്ങളും കൂടി എടുത്തിട്ടാണ് നമ്മൾ ഈ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാനെടുത്ത വീടിന്റെ ഡിസൈനും ഒന്നും ആയിരിക്കില്ല നിങ്ങളുടെ 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന്റെ ഡിസൈനൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതിലും വരുന്ന ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിച്ചാലും ടോട്ടൽ എമൗണ്ട് ഒക്കെ എല്ലാവർക്കും ഒരുപോലെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ സിമെന്റിലോട്ട് കടക്കാം. 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ പ്ലാസ്റ്ററിംഗ് വർക്കുകൾക്കായി കാൽക്കുലേഷൻസ് പ്രകാരം ഒരു 65 ചാക്ക് സിമെന്റ് ഒക്കെ മതിയായിരിക്കും. പക്ഷേ നമ്മൾ സൈറ്റിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചില സ്ഥലത്തൊക്കെ നമ്മൾ ഗ്രൗട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും, സീലിംഗിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ഗ്രൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റ് ലൈൻ. അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റീരിയർ ഒക്കെ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് തിക്നെസ് ഒക്കെ കുറച്ച് കൂട്ടിയിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും നമ്മൾ ഡ്രൈ സിമെന്റ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പിന്നെ വേസ്റ്റേജ്, ഈ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ വീട് നിർമ്മിക്കുന്ന ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റേജ് വരുന്നത് ഈ പ്ലാസ്റ്ററിംഗ് സമയത്താണ്. ഇപ്പോൾ വേസ്റ്റേജും ഒക്കെ കണക്കിലെടുത്ത് നമ്മൾ പ്രാക്ടിക്കൽ വശം നോക്കുകയാണെങ്കിൽ അതാണല്ലോ നിങ്ങൾക്ക് പറയേണ്ടത്. ആ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് പ്ലാസ്റ്ററിംഗ് ചെയ്യാനായിട്ട് ഒരു 70 to 75 ചാക്ക് സിമെന്റോളം വേണ്ടി വരും. നമുക്ക് അതിലേറ്റവും ഉയർന്ന 75 സംഖ്യ തന്നെ എടുക്കാം. അപ്പോൾ ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ചിട്ട് ഒരു ചാക്ക് സിമെന്റിന് ഒരു 340ഓളം രൂപ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 340 × 75 ഏകദേശം 25,500 രൂപയോളം നമുക്ക് സിമെന്റിന് വേണ്ടി തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡിലോട്ട് കിടക്കാം. മണൽ എത്ര വേണ്ടി വരും എന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് റിവർ സാൻഡ് ഒന്നും കിട്ടാത്തത് മൂലം തന്നെ നമ്മളിപ്പോൾ പ്ലാസ്റ്ററിംഗ് സാൻഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. എം സാൻഡിന്റെ തന്നെ മറ്റൊരു വകഭേദമാണ്. അപ്പോൾ ആ പ്ലാസ്റ്ററിംഗ് സാൻഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊക്കെ വീടൊക്കെ പ്ലാസ്റ്ററിംഗ് ചെയ്ത് കൊടുക്കുന്നത്. ഈ എം സാൻഡും പ്ലാസ്റ്ററിംഗ് സാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എം സാൻഡിന്റെ ഈ എഡ്ജസും അതുപോലെ തന്നെ തരികളൊക്കെ കുറച്ച് ഷാർപ്പായിരിക്കും, എം സാൻഡിന് കുറച്ച് സ്മൂത്ത് ആയിരിക്കും. അതുപോലെ തന്നെ ഈ എം സാൻഡിനെക്കാട്ടും കുറച്ച് തിക്നെസ് കുറഞ്ഞ, കുറച്ചും കൂടി തരി കുറഞ്ഞതായിരിക്കും ഈ പ്ലാസ്റ്ററിംഗ് സാൻഡ്. അതിനുള്ള പ്രത്യേക സ്ക്രീനിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള അതിൻ്റെ ഷേപ്പൊക്കെ സ്മൂത്ത് ആയിട്ടുള്ള സൈസ് കുറഞ്ഞ തരികളാണ് ഈ പ്ലാസ്റ്ററിംഗ് സാൻഡിന് ഉണ്ടായിരിക്കുക. 1000 സ്ക്വയർ ഫീറ്റ് വീട് പ്ലാസ്റ്ററിംഗ് ചെയ്യാനായിട്ട് ഏകദേശം 3.5 യൂണിറ്റ് പ്ലാസ്റ്ററിംഗ് സാൻഡ് നമുക്ക് ആവശ്യമുണ്ട്. ഏകദേശം 3.5 യൂണിറ്റ് പ്ലാസ്റ്ററിംഗ് സാൻഡിന് 22,000 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാൻഡിന് വേണ്ടിയിട്ട് ഒരു 22,000 രൂപയോളം ചിലവാക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് ഇതിന്റെ വില കൂടിയും കുറഞ്ഞിട്ടൊക്കെ ലഭ്യമായിരിക്കും. ആ വില വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ലേബർ ചാർജിലോട്ട് കിടക്കാം. ഒരു വീടിന്റെ ഫിനിഷിംഗ് ഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് നമ്മുടെ പ്ലാസ്റ്ററിംഗ് വർക്കുകളൊക്കെ. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ പ്ലാസ്റ്ററിംഗ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ലേബർ ചാർജിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ചെലവഴിക്കേണ്ടത് 1,80,000 രൂപയോളാണ്. ഇതും നിങ്ങളുടെ പ്രദേശത്തിന്റെ പ്രത്യേകതകളും ഒക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടൊക്കെ വരാം. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിലും പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പോൾ പ്ലാസ്റ്ററിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പോൾ കോൺട്രാക്ട് എടുത്ത് ഈ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടി മാത്രം കോൺട്രാക്ട് എടുത്ത് നടക്കുന്ന ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ കണ്ടുവരാറുണ്ട്. അവർക്കൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ തുകയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കും. പിന്നെ വർക്കിന്റെ ക്വാളിറ്റിയുടെ കാര്യം അത് നിങ്ങൾ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അന്യസംസ്ഥാന തൊഴിലാളികളെ വെച്ച് വീടിന്റെ പ്ലാസ്റ്ററിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വർക്കിന്റെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ പ്ലാസ്റ്ററിംഗ് വർക്കുകൾക്കായി ലേബർ ചാർജ് മാത്രമായിട്ട് വേണ്ടി വരുന്നത് 1,80,000 രൂപയോളമാണ്. ഇനി ഇതൊന്നും കൂടാതെ കുറച്ച് അതർ എക്സ്പെൻസ് ഒക്കെ വരാറുണ്ട്. അതായത് ട്രാൻസ്പോർട്ടേഷൻ, സ്കഫോൾഡിങ്, ഉയരൊക്കെ ഇടാനൊക്കെ മെറ്റീരിയലൊക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിലൊക്കെ വെള്ളമൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിണറിൽ നിന്ന് വെള്ളം എടുക്കുക, അതിൻ്റെ കറണ്ട് ബില്ല് ഒക്കെ കൂട്ടിയിട്ട് നമുക്കൊരു 4,500 രൂപയോളം അതർ എക്സ്പെൻസിൽ നമുക്ക് വകയിരുത്താം. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടലിലോട്ടൊന്ന് കിടക്കാം. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ പ്ലാസ്റ്ററിംഗ് വർക്കുകൾ സിമെന്റിനായിട്ട് നമ്മൾ നീക്കി വെക്കേണ്ട തുക എന്ന് പറയുന്നത് 25,500 രൂപയും സാൻഡിനായിട്ട് 22,000 രൂപയും ലേബർ ചാർജിനായിട്ട് 1,80,000 രൂപയാണ്. അങ്ങനെ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ ടോട്ടൽ കോസ്റ്റ്, പ്ലാസ്റ്ററിങ്ങിനായിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1,60,000 രൂപയോളം വരും. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന്റെ പ്ലാസ്റ്ററിംഗ് ചെയ്യേണ്ട ഏരിയ ഏകദേശം 650
സ്ക്വയർ മീറ്ററോളം വരും. ആലോചിക്കണം, സ്ക്വയർ ഫീറ്റ് അല്ല, സ്ക്വയർ മീറ്ററോളം വരും. ഒരു സ്ക്വയർ മീറ്റർ പ്ലാസ്റ്ററിങ് ചെയ്യാനായിട്ട് ഏകദേശം ഞാനൊരു കാൽക്കുലേഷൻ ഒക്കെ നടത്തിയപ്പോൾ 250 രൂപയോളം നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 650 ഇൻറ്റു 250 ഏകദേശം 1,62,000 വരുന്നുണ്ട്. എന്തായാലും നമുക്കൊരു 1,60,000 എന്നുള്ള ഒരു റൗണ്ട് ഫിഗറിൽ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാസ്റ്ററിംഗ് വർക്കുകൾ ചെയ്യുന്ന ലേബേഴ്സ് ഉണ്ടായിരിക്കും, കോൺട്രാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യിപ്പിച്ച വീടിൻ്റെയൊക്കെ ഓണേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ ഈ റേറ്റിനെ കുറിച്ചിട്ടൊക്കെ എന്താണെന്ന് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അത് എന്തൊക്കെ തന്നെയായാലും നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. അത് ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഉപകാരമായിട്ട് മാറും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.